സെക്കൻഡ് ലാർജസ്റ്റ് ത്വക്ക് വിദഗ്ധരുടെ സംഘടനയാണ്. അതിൽ കേരള ശാഖയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണ് ഞാൻ. പിന്നെ ഡോക്ടർ പ്രശ്നവ സാർ ബീച്ച് ഹോസ്പിറ്റലിൽ റിട്ടയർഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഡോക്ടർ അനീഷ, പിന്നെ നമ്മളെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ലസിത അലി, പിന്നെ നമുക്കൊരു സ്റ്റേറ്റിൽ ഒരു ആന്റി ക്വാക്കറി കമ്മിറ്റി ഉണ്ട്. അതിൻ്റെ ചെയർമാൻ ഡോക്ടർ ജെന്നി മാത്യു, പിന്നെ ഡോക്ടർ മുഹമ്മദ് റസ്മി കൺവീനറാണ്. ഇപ്പം ഒരാളും കൂടെ വരേണ്ടതായിരുന്നു, ഡോക്ടർ സലിമും നമ്മൾ നാഷണൽ പ്രസിഡന്റായിട്ടുള്ള പുള്ളിക്കാരന് എത്തിപ്പെടാൻ പറ്റിയില്ല. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഈ അടിയന്തരമായിട്ട് ഈ പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറയാം. ഈ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ ഈ ഡെർമറ്റോളജിസ്റ്റ്, ഒരുവിധം കേരളത്തോളം എല്ലാ ഡെർമറ്റോളജിസ്റ്റും ദിനംപ്രതി ഈ പല ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് ദിനംപ്രതി ഇങ്ങനെ കൂടി വരുന്ന മാതിരി നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. അത് അധികവും ഈ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുള്ള അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞ് പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഈ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പൊ കുറെ കാലമായിട്ട് കോസ്മെറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പാണ് കുറെ ആൾക്കാർ. അപ്പം ഇതില് എല്ലാം ഇതും പെടാറുണ്ട്. ഡെന്റലുകാർ വരാറുണ്ട്, ആയുഷ്, ഹോമിയോപ്പതി, ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന മിക്കവാറും മോഡേൺ മെഡിസിൻ ഡെർമറ്റോളജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് എൻ്റെ ഒരു